കുറേ നാളായിട്ട് സേവിങ്സ് ചെയ്ത് വെച്ച് ആഗ്രഹിച്ചു പോകുന്ന ഒരു ട്രിപ്പാണ് കേട്ടോ ഇത്. തായ്ലാൻഡിലോട്ടാണ് ഇന്ന് ഞങ്ങൾ പോകുന്നത്. കൊച്ചിയിൽ നിന്ന് ഇന്ന് രാത്രി വിമാനം കയറും. അപ്പോൾ വിമാനം കയറുന്ന കാഴ്ചകളും അതുപോലെ തന്നെ എയർപോർട്ടിലെ പ്രധാന കാഴ്ചകളും പ്രൊസീഡിങ്സും എല്ലാം കാണിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഇതാ അറൈവൽസ് ഡിപ്പാർച്ചർ പറഞ്ഞ 2 ബോർഡുകൾ കാണും. അത് അറൈവൽസ് പറഞ്ഞാൽ തിരിച്ച് ഇറങ്ങി വരുന്നവരും, ഡിപ്പാർച്ചർ പറയുന്നത് കയറി പോകുന്നവരും. പിന്നെ വിസിറ്റേഴ്സിനായിട്ടുള്ള ലോബിയാണ് ഈ കാണുന്നത്. അതായത് നമ്മൾ യാത്ര അയക്കാൻ വരുന്നവരെല്ലാം തങ്ങുന്ന ഒരു സ്ഥലമാണ് ഈ ഫസ്റ്റത്തെ ഘട്ടം എന്ന് പറയുന്നത്. ഇവിടെ എല്ലാം നമുക്ക് ബാത്റൂം ഫെസിലിറ്റീസും അതുപോലെ തന്നെ ചെറിയ കഫറ്റേരിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്നവർ ആ വഴിയിലൂടെയാണ് കേട്ടോ പോകുന്നത്. ഈ ചേച്ചി ഉണ്ടല്ലേ, ഇതൊരു ക്ലീനിങ് സ്റ്റാഫാണ്, അതുപോലെ തന്നെ ക്ലീനിങ് മെഷീനാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പം നമ്മൾ കയറിയിട്ട് ഈ കാണുന്ന കസേരകളിലാണ് ആദ്യം ഇരിക്കുന്നത്. ഇതിനായിട്ട് നമ്മളെടുത്ത ടിക്കറ്റിൻ്റെ കോപ്പിയും അതുപോലെ തന്നെ പാസ്പോർട്ട് ഡീറ്റെയിൽസ് എല്ലാം കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം സെക്യൂരിറ്റി ചെക്കപ്പാണ് ഉള്ളത്. അവർ ജസ്റ്റ് ചെക്ക് ചെയ്ത ശേഷം നമ്മളെ അകത്തോട്ട് കടത്തിവിട്ട ഈ വിശാലമായ ഒരു ഹാളിലാണ് നമ്മൾ എത്തിച്ചേരുക. ഈ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ വിമാന കമ്പനികളുടെയും ഒരുപാട് ടിക്കറ്റ് കൗണ്ടറുകൾ കാണാൻ പറ്റും. അവിടെ നിന്നിട്ട് നമ്മളുടെ ഏത് വിമാനത്തിൻ്റെയാണ് ടിക്കറ്റ് നമ്മൾ എടുത്തിരിക്കുന്നത് അവിടെ പോയി ആ ടിക്കറ്റ് വെരിഫൈ ചെയ്ത് നമ്മുടെ പ്രൊസീഡിങ്സ് എല്ലാം ചെയ്യുക. നമ്മളുടെ പുറകിലായിട്ട് കാണുന്ന ഇപ്പോൾ ഇൻഡിഗോ ആണ്. അതുപോലെ എയർലൈൻസിൻ്റെ ഒരുപാട് കമ്പനികളും കാണാൻ പറ്റും. അപ്പോൾ ഈ വിശാലമായ ഹാളിൻ്റെ ഒരു വശത്തായിട്ട് മണി എക്സ്ചേഞ്ച് സെൻറ്ററുകൾ കാണാൻ പറ്റും. നമ്മൾ വിദേശ യാത്ര പോകുമ്പോൾ പ്രധാനമായിട്ടും നമ്മുടെ കയ്യിൽ വെക്കേണ്ടത് ആ രാജ്യത്തിൻ്റെ കുറച്ച് കറൻസിയാണ്. അപ്പം ഞങ്ങൾ ഇന്ന് പോകുന്ന തായ്ലാൻഡ് ആയതുകൊണ്ട് തായ് കറൻസിയാണ് നമ്മൾ കുറച്ച് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെ കയ്യിൽ കുറച്ച് കറൻസി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ പുറത്തുനിന്ന് കണ്ട ആ ലോഞ്ചല്ല, ജസ്റ്റ് ഇരിക്കാനുള്ളതാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഇമിഗ്രേഷൻ ക്ലിയറൻസ് എല്ലാം ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് ലോഞ്ചിലോട്ട് ആക്സസ്. അതുവരെ വെയിറ്റിങ്ങിനായിട്ടാണ് ഈ ചെയറുകളുണ്ട്. നമ്മൾ പുറത്തുനിന്ന് കാണിക്കുക. പിന്നെ ഞാനിപ്പോൾ പറയാൻ വന്നു വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ മാറിയത് കറൻസി എക്സ്ചേഞ്ച് മാറിയത് തോമസ് കുക്ക് എന്നാണ്. അവിടെ തന്നെ കണ്ടല്ലോ ഒരുപാട് ലോട്ടുകളുണ്ട്. അതായത് നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യാം. കുറേ ഫെഡറൽ ബാങ്ക് അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങളുടെ കറൻസി എക്സ്ചേഞ്ച്. ഇപ്പം നമ്മൾ തോമസ് കുക്കിൽ പോയപ്പോൾ 10,150 രൂപ ഇന്ത്യൻ മണി കൊടുത്തപ്പോൾ നമുക്ക് ആകെ 3000 തായ് ബാത്താണ് കിട്ടിയത്. അത് അവർ കറൻസി എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത് 3.05ഉം പിന്നെ അതുകൂടെ തന്നെ ടാക്സ് ഉണ്ടെന്ന് പറഞ്ഞു. 10 സംതിങ് ആണ് അവർ ടാക്സ് എടുത്തതെന്ന് പറഞ്ഞു. അത് വലിയൊരു എമൗണ്ടാണ്. അതുകൊണ്ട് ഇനി എപ്പോഴെങ്കിലും എക്സ്ചേഞ്ചിന് വരുമ്പോൾ ജസ്റ്റ് എല്ലാവരുടെയും എൻക്വയറി ചെയ്യുക. എയർപോർട്ടിനകത്താണെങ്കിൽ എല്ലാ ലോട്ടുകളിലും എൻക്വയറി ചെയ്യുക. ഫെഡറൽ ബാങ്കുണ്ട്, ലുലു അങ്ങനെയുണ്ട്, ഒരുപാട് ഫോറക്സ് സ്ഥാപനങ്ങളുണ്ട്. അതൊക്കെ എൻക്വയറി ചെയ്യുക. എന്നിട്ട് ഏതാണോ ഏറ്റവും നമുക്ക് കൺവീനിയൻറ്റ് നല്ല ലാഭത്തിൽ കിട്ടുന്ന അവിടെ കൊടുക്കുക കേട്ടോ. തോമസ് കുക്ക് കുറച്ച് കൂടുതലായിട്ട് എനിക്ക് തോന്നി. ഞാനപ്പോൾ പറഞ്ഞല്ലോ ഫെഡറൽ ബാങ്ക്, ലുലു കണക്ട് ഒരുപാടുണ്ട്. അപ്പോൾ ഞാനൊരു ഫെഡറൽ ബാങ്കിൽ മാത്രമേ പോയി ചോദിച്ചുള്ളൂ. അപ്പോൾ അവിടെ പറഞ്ഞത് 2.65 ആണ്. അതായത് 1% കൂടുതലാണ് തോമസ് കുക്ക് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ഡീവിയേഷൻസ് വരാം. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ അതുകൂടാതെ നമുക്ക് പുറത്തുനിന്ന് ചെയ്യാം. എയർപോർട്ടിന് പുറത്താണെങ്കിൽ ഇതിനും ലാഭമായിട്ട് കിട്ടുന്നതാണ് പലരും പറഞ്ഞത്. അപ്പം നമുക്ക് വേറെ വഴിയില്ലാത്ത കാരണമാണ് നമ്മൾ ഇവിടെ വന്ന് ചെയ്തത്. നമുക്ക് അത്രയും ബുദ്ധിമുട്ടുകളിലൂടെ വന്നത് കാരണമാണ് ഇവിടെ നിന്ന് തന്നെ ചെയ്തത്. അപ്പോൾ ഇതൊരു പാഠമാണ് കേട്ടോ വന്നതിൽ. അപ്പോൾ ഇതെന്തായാലും ശ്രദ്ധിക്കുക എല്ലാവരും. അപ്പോൾ ഇതാണ് കേട്ടോ തായ്ലാൻഡ് കറൻസി പറയുന്നത്. തായ്ലാൻഡിലെ 1000 രൂപ അവിടെ 1 എഴുതിയതും 0 എഴുതിയതൊക്കെ വട്ടത്തിൽ തന്നെ കേട്ടോ. ഇത് പിന്നെ അവിടുത്തെ സുഭാഷ് ചന്ദ്രബോസ് ആരെങ്കിലും ആയിരിക്കണം, അതുപോലത്തെ ആരെങ്കിലും ആയിരിക്കണം കേട്ടോ. കാരണം പട്ടാളക്കാരൻ്റെ ഒരു ചിത്രമാണ്. ഗാന്ധിജി പോലത്തെ ആൾക്കാരൊന്നുമല്ല കേട്ടോ. ഇത് ബാക്കിൽ കുറേ ചിത്രമുണ്ട്. ഇത് ചിലപ്പോൾ അവിടുത്തെ രാജാക്കന്മാരുടെ ചിത്രമായിരിക്കും. പുതിയ ആൾക്കാരനെ പോലെയുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അവിടുത്തെ പുതിയ രാജാക്കന്മാരുടെ ചിത്രങ്ങളായിരിക്കും. നമ്മുടെ നോട്ട് പോലെ തന്നെ. ഇനി ഇത് നമുക്ക് ചില്ലറയാക്കണം കേട്ടോ. നമുക്കങ്ങനെ 3000 രൂപ കിട്ടിയിട്ടുണ്ട്. നമ്മളങ്ങനെ ഇമിഗ്രേഷൻ വകുപ്പിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇവിടെ നിന്നിട്ടാണ് നമ്മുടെ ഇമിഗ്രേഷൻ പ്രൊസീജിയേഴ്സ് എല്ലാം ചെയ്യുക. അത് കഴിഞ്ഞ ശേഷം നമുക്ക് ഇവിടെ ഡ്യൂട്ടി പെയ്ഡ് ഷോപ്പ് ഒരുപാടുണ്ടാവും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ട് പോകാൻ പറ്റും. ഇത് തിരിച്ചു വരുമ്പോൾ ഇവിടെ ആദ്യം കണ്ട് നമുക്ക് സാധനങ്ങൾ വാങ്ങിച്ച് തിരിച്ച് നാട്ടിലോട്ട് പോകുന്ന സൗകര്യമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ കണ്ടില്ലേ, വിദേശ മദ്യങ്ങളുടെ ഒരു കമനീയ കലവറ എന്ന് തന്നെ പറയാം. ഇഷ്ടം പോലെ വെറൈറ്റീസ്, അതുപോലെ തന്നെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടാവും. എന്നാലും കുഴപ്പമില്ല, ചിലത് നല്ല ഓഫറിൽ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും അറിയില്ല. നിങ്ങൾക്ക് അറിയുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തിരിക്കുക. അതുപോലെ തന്നെ ഇവിടെയായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അറിയാൻ പറ്റും.
പിന്നെ അതുപോലെ തന്നെ ചോക്ലേറ്റും ഗ്രോസറി ഐറ്റംസ് ഒരുപാട് ഐറ്റംസ് ഉണ്ട്. പിന്നെ പെർഫ്യൂംസ് അങ്ങനെയൊക്കെയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇതെല്ലാം വാങ്ങിച്ച ശേഷം നമ്മൾ നേരെ തിരിച്ച് നമ്മൾക്ക് ഏത് എയർലൈൻസിൻ്റെയാണോ ആ വശത്തോട്ട് പോകണം. അപ്പോൾ അതിന് പോകുന്ന വഴിയിലാണ് ഈ കാണുന്ന ലോഞ്ചുകൾ. ഈ കാണുന്ന കസേരകളിൽ പോയിട്ട് ഇരിക്കണം. സൈഡിലായിട്ട് കുറേ ഗ്രോസറി ഷോപ്പുകൾ അതുപോലെ തന്നെ ഇങ്ങനെ ഒരുപാട് ഷോപ്പുകൾ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഒരുപാട് സാധനങ്ങൾ വാങ്ങാം കേട്ടോ. ഇത് കണ്ടില്ലേ, ഇവിടെ ഒരു സിമ്മുണ്ട്. ഇൻ്റർനാഷണൽ സിമ്മുകളെല്ലാം എടുക്കാൻ പറ്റുന്ന ഒരു കടയാണ് കേട്ടോ. തൊട്ടടുത്തായിട്ട് വലിയൊരു അക്വേറിയമാണേ ഈ കാണുന്നത്. ഇരുട്ടായതുപോലെ തോന്നുന്നുണ്ട്, പക്ഷേ അത് കാണാൻ പറ്റുമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഫുഡ് കോർട്ടുകളും നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ആവശ്യമുള്ളത് ചെയ്യാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ ലോഞ്ച് കുറച്ച് മുകളിലാണ്, തൊട്ട് മുകളിൽ നിലയിലാണ് ലോഞ്ച് ഉള്ളത്. ലോഞ്ച് പറഞ്ഞു കഴിഞ്ഞാൽ എയർപോർട്ടിൽ ടിക്കറ്റ് എടുത്തവർക്കും നല്ല ക്രെഡിറ്റ് കാർഡ് ഉള്ളവർക്കൊക്കെ ആ ലോഞ്ചിൽ പോയി ആക്സസ് ചെയ്ത് കാര്യങ്ങളൊക്കെ ഫെസിലിറ്റീസൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ അതിന് പുറത്ത് വന്നു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഇങ്ങനെ കുറേ റെസ്റ്റോറൻറ്റുകൾ കാണാം. ലോഞ്ച് ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള റെസ്റ്റോറൻറ്റ്. KFC, ചിക്കിങ്സ്, ബർഗർ കിങ്സ് അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ടാവും. മിക്കവാറും ഫാസ്റ്റ് ഫുഡുകളും ജ്യൂസ് ഐറ്റംസും ഒക്കെ ആയിരിക്കും കിട്ടുക കേട്ടോ. അപ്പോൾ അതെല്ലാം വാങ്ങിക്കുന്നവർക്ക് വാങ്ങാം. അപ്പോൾ ഞങ്ങൾ വാങ്ങിച്ചിരിക്കുന്നത് ഈ ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ വിങ്സ് ആണ്. അത് അപ്പോൾ കൊച്ചി എയർപോർട്ടിലാണ്. ഇപ്പോൾ സമയം ഏതാണ്ട് 10:50 കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റിനായിട്ട് വെയിറ്റിംഗ് ആണ്. 11:50 ഫ്ലൈറ്റ് വരുന്നത്. അപ്പോൾ അതിനുള്ള ബോർഡിങ് പാസും മറ്റുള്ള പരിപാടികളെല്ലാം കഴിഞ്ഞു. ഇപ്പോൾ എന്താ വെച്ചാൽ സീന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഇപ്പോൾ 11:50 ഫ്ലൈറ്റ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ തായ്ലാൻഡ് എത്തുന്നത് നമ്മുടെ ഇന്ത്യൻ സമയം 3 മണിക്കാണ്. പക്ഷേ തായ്ലാൻഡിലെ സമയം പറയുന്നത് 5 മണീൻ്റെ അടുത്താവും. അപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു 3 മണിക്കൂറേ നമുക്ക് കിട്ടുന്നുള്ളൂ ഉറങ്ങാൻ. ഇവിടുന്ന് രാത്രി കയറി എന്ന് പറയുന്നുണ്ട്, പക്ഷെ നമ്മൾ അവിടെ 3 മണിക്കൂർ കഴിഞ്ഞാൽ അവിടെ പുലർച്ചെ 5 മണിക്ക് എത്തുന്നുണ്ട്. അപ്പോൾ ഉറക്കം പോയി. അങ്ങനെ നമ്മുടെ ബേസിക് ആയുള്ള എല്ലാ വെരിഫിക്കേഷനും കഴിഞ്ഞ് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുന്ന സ്ഥലങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ടാവും. ഓരോ സോണുകളായി തിരിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്പർ ഇട്ടുണ്ടാവും. അവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് ഇങ്ങനെ ജനലിലൂടെ കാണാൻ പറ്റും എയർലൈൻസ് വന്നതായിട്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഉദ്യോഗസ്ഥർ വന്നിട്ട് നമ്മളെ വിളിക്കും കേട്ടോ. ഓരോ ബാച്ചായിട്ട് നമ്മൾ വിളിക്കും. ഇത്ര ടിക്കറ്റ് നമ്പർ അല്ലെങ്കിൽ ഇത്ര സോണിലുള്ളവർ എല്ലാവരും എണീച്ച് വരിക എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് എണീച്ച് നേരെ എയറോപ്ലെയിനിൻ്റെ അടുത്തിട്ട് പോകും കേട്ടോ. ഇപ്പോൾ ഞാനിങ്ങനെ എല്ലാം വിശദമായി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ട് പോകുന്നവർക്കും അതുപോലെ തന്നെ ഇതുവരെ പോകാത്തവർക്ക് ഈ എക്സ്പീരിയൻസ് എല്ലാം കാണാൻ വേണ്ടിയിട്ടാട്ടോ ഇതുപോലെ കാണിച്ചിരുന്നു. ഇതാ കാണുന്ന കുഴല് പോലെയുള്ള ഒരു കെട്ടിടമുണ്ട്. ഇതാ ഈ കാണുന്നത് തന്നെയാണ്. അതിലൂടെ കയറി ചെന്നാൽ നേരെ എയറോപ്ലെയിനിൻ്റെ വാതിലിലൂടെയാണ് നമ്മൾ കയറി ചെല്ലുക കേട്ടോ. ഇതൊരു ക്രെയിന് പോലെയുള്ള സംഭവം ആയതുകൊണ്ട് തന്നെ അത് ഓപ്പറേറ്റ് ചെയ്യുന്ന കുറേ എംപ്ലോയീസും അവിടെ കാണാൻ പറ്റും. നേരെ കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മളുടെ എയർ ഹോസ്റ്റസ് വെൽക്കം ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കാണാൻ പറ്റുക. ഇത് എല്ലാ എയറോപ്ലെയിനുകളിലും കാണും. അവരുടേതായ സ്റ്റാഫുകളാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി അടുത്ത പടി എന്ന് പറയുന്നത് നമ്മുടെ സീറ്റ് നമ്പർ കണ്ടുപിടിക്കുക. സീറ്റ് നമ്പർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന മുകളിലത്തെ റാക്കിൽ നമ്മുടെ കയ്യിലുള്ള ബാഗുകൾ എടുത്ത് വയ്ക്കാം. നമുക്കങ്ങനെ സീറ്റ് കിട്ടിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് വിൻഡോ ഇങ്ങനെ താത്തുകയും പൊക്കുകയും ചെയ്യാം. ചില വിൻഡോസിൽ സ്വിച്ചുകൾ കാണും. സ്വിച്ചിൻ്റെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലൈറ്റ് അറേഞ്ച് ചെയ്യാം. ഈ കാണുന്നതാണ് ഒരു ടേബിൾ പോലെയാണ് കേട്ടോ. ഫ്രണ്ടിലുള്ള സീറ്റിൽ നിന്ന് മടക്കുന്ന ഒരു കാര്യങ്ങൾ. പിന്നെ എയർലൈൻസിൻ്റെ കുറേ ബ്രോഷേഴ്സ് എല്ലാം കാണാൻ പറ്റും. മുകളിലായിട്ട് വെൻറ്റിലേഷനുള്ള കാര്യങ്ങൾ, AC മറ്റുള്ളതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരിതാണ് അത്. ഇത് കാണുന്നതാണ് സീറ്റ് ബെൽറ്റ് കേട്ടോ. നമ്മൾ ഇരുന്നുകൊണ്ട് ജസ്റ്റ് ഒന്ന് ക്ലിപ്പ് ചെയ്താൽ മാത്രം മതി. പിന്നെ പുറത്തുള്ള കാഴ്ചകൾ കുറച്ച് മങ്ങലോടെയാണ് ഈ ഗ്ലാസ് കാണുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഗ്ലാസും വൃത്തിയല്ല, അതുപോലെ തന്നെ വെളിയിൽ നല്ല ഫോഗുണ്ട്. കുറച്ച് കഴിഞ്ഞ് നമ്മുടെ എയർ ഹോസ്റ്റസ് വന്ന് എല്ലാവരും സീറ്റിൽ ഇരിക്കാൻ പറയുന്നുണ്ട്. കാരണം എയർലൈൻസ് എടുക്കാറായി. അതിനു മുമ്പ് കുറേ ഇൻസ്ട്രക്ഷൻസ്, നമ്മൾ സേഫ്റ്റി മെഷേഴ്സൊക്കെ അത് പറഞ്ഞു തരും അവർ. അപ്പോൾ അതിനായിട്ടാണ് നമ്മളെ ഇരിക്കാൻ പറയുന്നത്. അവിടെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. നമുക്ക് ഇങ്ങനെയാണ് അവർ ഓരോ സേഫ്റ്റി മെഷേഴ്സ് നമുക്ക് പറഞ്ഞു തരാം. วิธีการปลดเข็มขัดให้ยกหัวด้านบนขึ้นและแยกปลายทั้ง2ด้านออกจากกัน To unfasten, lift the metal flap. หากเกิดการเปลี่ยนแปลงของความดันอากาศหน้ากากออกซิเจนบนแผงเหนือศีรษะของท่านจะตกลงมาโดยอัตโนมัติดึงหน้ากากลงมา മുഴക്കത്തോടെയും അതുപോലെ തന്നെ കീ എന്ന് പറയുന്ന ഒരു സൗണ്ട് കേൾക്കില്ലേ, അത് എയറോപ്ലെയിൻ സ്റ്റാർട്ട് ചെയ്ത സൗണ്ടാണ് കേട്ടോ. അത് ഇങ്ങനെ കേട്ടോണ്ടിരിക്കും നമുക്ക്. และเป่าลูกหวีดเพื่อขอความช่วยเหลือ The light comes on when in contact with water, and here is a whistle to attract attention. เครื่องปฏิบัตินี้ പിന്നെ നമ്മുടെ ഇൻസ്ട്രക്ഷൻസ് എല്ലാം കേട്ട് കഴിഞ്ഞ ശേഷം എയറോപ്ലെയിൻ പതുക്കെ പുറകിലോട്ട് നീങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. മിക്കവാറും എയറോപ്ലെയിൻ എല്ലാ വണ്ടികളെ പോലെ എല്ലാ സൈഡിലോട്ട് തിരിയാൻ പറ്റും, റിവേഴ്സും എല്ലാം എടുക്കാൻ പറ്റും കേട്ടോ. ഇപ്പോൾ എയറോപ്ലെയിൻ എടുത്ത് പൊങ്ങിക്കഴിഞ്ഞു കേട്ടോ. പൊങ്ങിക്കഴിഞ്ഞിട്ട് നമ്മുടെ കൊച്ചിയുടെ
കാഴ്ചയാണ്. കൊച്ചി നഗരവും അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു കായലുകൾ കാണാൻ പറ്റും, ഒരുപാട് പുഴകൾ കാണാൻ പറ്റും. അത് കഴിഞ്ഞ് കടലും കണ്ടു കഴിഞ്ഞ് ഒരു വളവ് തിരിഞ്ഞിട്ടാണ് പോകുന്നത്. ഇത് കൊച്ചിയിലെ നഗരത്തിലെ ഒരു ഹൈവേ ആണെന്ന് തോന്നുന്നു കേട്ടോ മുകളിൽ നിന്ന് കാണുമ്പോൾ. രാത്രി ആയതുകൊണ്ട് തന്നെ വിസിബിലിറ്റി കുറച്ച് മാറ്റമുണ്ട്. അത് കാരണം നമുക്ക് കയറുന്ന കാഴ്ചകളൊന്നും എടുക്കാനും പറ്റില്ല, ഭയങ്കര ഷെയ്ക്കായിപ്പോയി മൊബൈൽ. അത് കാരണം നമ്മൾ പൊങ്ങുന്ന കാഴ്ചകൾ എടുത്തില്ല. പൊങ്ങിക്കഴിഞ്ഞിട്ടുള്ള കൊച്ചിയുടെ കാഴ്ചകൾ കാണാൻ പറ്റുന്നുണ്ട്. ഇനി നമുക്ക് തായ്ലാൻഡിലെത്തിയിട്ട് തായ്ലാൻഡിലെ കാഴ്ചകളും കാണിച്ചു തരാം കേട്ടോ. എയറോപ്ലെയിൻ ഇപ്പോഴും പൊങ്ങിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് ശീതളപാനീയങ്ങളും മറ്റുള്ളതായിട്ട് എയർ ഹോസ്റ്റസും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം. ഈ കാണുന്നതാണ് കേട്ടോ തായ്ലാൻഡിലെത്തിയപ്പോൾ ഉള്ള കാഴ്ച. തായ്ലാൻഡ് നഗരത്തിലെ കാഴ്ചകളാണ്. ഏതാണ്ട് നമ്മൾ കമ്പ്യൂട്ടർ സർക്യൂട്ട് ഓപ്പൺ ചെയ്ത് വെച്ച പോലെയുണ്ട് കാണാൻ. കാരണം അത്രയ്ക്ക് കൃത്യമായ രീതിക്കാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഫ്ലൈറ്റിൻ്റെയും ബാക്കിയുള്ള തായ്ലാൻഡ് യാത്രകളുടെയും കാഴ്ചകളാണ് ഇപ്പോൾ കാണുന്നത്. അതുകൂടാതെ തന്നെ അവിടുത്തെ ടൂർ പാക്കേജുകളും ഞങ്ങൾക്ക് വന്ന ചിലവുകളും എല്ലാം ഇവിടെ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങളൊരു ടൂർ പാക്കേജിന് കീഴിലാണ് പോയത് കേട്ടോ. അപ്പോൾ എസ്റ്റാബ്ലിഷ്ഡ് ആയ ഒരു കമ്പനീൻ്റെ കീഴിലായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കൺവീനിയൻ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രോബ്ലംസ് ഒന്നും അങ്ങനെ വന്നിട്ടില്ല. കാരണം പുതിയ പാക്കേജുകൾ എടുക്കുന്ന ഒരുപാട് പേര് ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. എസ്റ്റാബ്ലിഷ് ആയ ടൂർ പാക്കേജസ് ടൂർ ഓപ്പറേറ്റേഴ്സുമായിട്ട് കോൺടാക്ട് ചെയ്യുക. കുറച്ച് പുതിയ ആൾക്കാരാകുമ്പോൾ അവർക്ക് അവിടെയുള്ള കോൺടാക്റ്റ് ചിലപ്പോൾ കമ്മിയായിരിക്കും. എന്തെങ്കിലും പ്രോബ്ലംസ് നമുക്ക് അവിടെ വെച്ച് അഫക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ കാര്യങ്ങൾ നോക്കാൻ ചിലപ്പോൾ പുതിയ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുകളുണ്ടാകും. പഴയ ആൾക്കാരാകുമ്പോൾ അവർക്ക് ഒരുപാട് കോൺടാക്റ്റ് ഉള്ള കാരണം നമ്മൾ എങ്ങനെയെങ്കിലും സഹായിച്ച് അവർ ചെയ്തോളും. അതാണ് എനിക്ക് പറയാനുള്ള സജഷൻസ് കേട്ടോ. പിന്നെ അതുകൂടാതെ അത്യാവശ്യം റേറ്റ് ഉണ്ട് തായ്ലാൻഡ് യാത്രകൾ. പിന്നെ ഇപ്പോൾ വിസ ഫ്രീ ആണ്. എന്തായാലും ജനുവരി മുതൽ ഈ വിസ ഫ്രീ അല്ലാതാക്കും. അപ്പോൾ അതുവരെ എല്ലാവർക്കും സഞ്ചരിക്കാം കേട്ടോ തായ്ലാൻഡ് ഫ്രീ വിസയിൽ. അപ്പോൾ വിസയുടെ ചാർജ് കൂടി വരുമ്പോൾ അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ട് വരും. ഏതാണ്ട് ഒരാൾക്ക് ഒരു 55,000 മുതൽ 60,000 രൂപയാണ് ഏകദേശം ചാർജ് വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒരുപാട് ടൂർ പ്രൊമോട്ടേഴ്സിനെയും എല്ലാവരെയും ഒന്ന് കോൺടാക്ട് ചെയ്തിട്ട് ഏതാണ് കൺവീനിയൻ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് അതെടുക്കാം കേട്ടോ. അപ്പോൾ തായ്ലാൻഡിലെ കാഴ്ചകളാണ് ഇനി എല്ലാം കാണിക്കുന്നത് കേട്ടോ. ഇനി രാത്രി ഉള്ള കാഴ്ചകളാണ് ഇപ്പോൾ കാണുന്നത്. ഏതാണ്ട് പുലർച്ചെയാണ് കേട്ടോ, രാത്രിയല്ല, ഇവിടുത്തെ പുലർച്ചെയാണ്. കണ്ടില്ലേ നഗരങ്ങളെല്ലാം ഉണർന്നു തുടങ്ങിയിരിക്കുന്നു. അതുപോലെ തന്നെ ഒരുപാട് ലൈറ്റുകൾ എല്ലാം നിരനിരയായിട്ട് കറക്റ്റ് കൃത്യമായി ലൈൻ വരച്ചതുപോലെയാണ് നഗരത്തിൻ്റെ കാഴ്ചകൾ. അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ ഭയങ്കര ഓർഗനൈസ്ഡ് ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് ഏതാണ്ട് ഇങ്ങനെ ഇടിച്ചിറങ്ങേണ്ട സമയമായി. അത് കാരണം തന്നെ കെട്ടിടത്തിൻ്റെ അരികിലൂടെ ഇങ്ങനെ താന്ന് പറക്കുക. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്കായിട്ട് ആ ചിറക് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇങ്ങനെ വളഞ്ഞ് വളഞ്ഞ് പോകുന്നുണ്ട്. അതായത് പ്ലെയിൻ റൺവേയിലോട്ട് തിരിച്ച് ഇറക്കാനുള്ള പദ്ധതിയാണ് കേട്ടോ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മൾ ഈ കാണുന്നത്. ഇനി കുറച്ച് കഴിഞ്ഞാൽ എയർപോർട്ടിൻ്റെ കാഴ്ചകൾ കാണാം. അതുപോലെ തന്നെ റൺവേയും താഴെയായിട്ട് കാണാൻ പറ്റും നമുക്ക്. അപ്പോൾ ഒരു റൺവേയിൽ ഈ എയർപ്ലെയിൻ ചാടി ഇറങ്ങുന്ന കാഴ്ചകളായിരിക്കും ഇനി വരാൻ പോകുന്നത്. സാധാരണ എല്ലാ എയറോപ്ലെയിനും ലാൻഡ് ചെയ്യുമ്പോൾ ഏതാണ്ട് 250 മുതൽ 300 കിലോമീറ്റർ സ്പീഡ് വരെ അവർ എടുത്തിട്ടാണ് നിർത്താറ്. അങ്ങനെ പ്ലെയിൻ പതുക്കെ സ്ലോ ചെയ്ത് വന്നിട്ടുണ്ട്. അങ്ങനെ നേരെ ഇനി തിരിഞ്ഞ് എയറോഡ്രോമിൻ്റെ ഒരു വശത്ത് എത്തിച്ചേർന്നിട്ട് നമ്മൾ എങ്ങനെയാണോ കയറിയത് അതുപോലെ തന്നെ ഇറങ്ങുന്ന പ്രൊസീജിയേഴ്സാണ് ഇനി കാണുന്നത് കേട്ടോ. ഇവിടെ എയറോഡ്രോമിൽ കണ്ടില്ലേ ഒരുപാട് എയറോപ്ലെയിനുകളുണ്ട്. നമ്മുടെ കമ്പനിയുടെ ഒരുപാട് എയറോപ്ലെയിനുകളും ഉണ്ടാവും. അതുപോലെ തന്നെ വേറെ കമ്പനീസിൻ്റെയും എയറോപ്ലെയിനുകൾ ഒരുപാടെണ്ണം ഉണ്ടാവും കേട്ടോ. അപ്പോൾ പതുക്കെ ഒരു കാർ എങ്ങനെയാണോ പാർക്ക് ചെയ്യുന്നത് എന്നതുപോലെ തന്നെയാണ് എയറോപ്ലെയിനും പാർക്ക് ചെയ്യുക. അപ്പോൾ അങ്ങനെ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുള്ള കറക്റ്റ് ലോട്ടിൽ അത് പോയി നിൽക്കാനുള്ള ഒരു ഇതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഒരു ഭാഗത്ത് എത്തുമ്പോൾ എയറോപ്ലെയിൻ നിശ്ചലമാവും. അവിടെ എത്തിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ഇറങ്ങാം കേട്ടോ. അപ്പോൾ എയർ ഹോസ്റ്റസും മറ്റുള്ളവരൊക്കെ ഇൻസ്ട്രക്ഷൻ തരും. അപ്പോൾ അതൊക്കെ ഇറങ്ങാമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഇറങ്ങിയിട്ട് നേരെ ഈ കാണുന്ന ബസ്സിലാണ് കയറി പോകേണ്ടത്. മിക്കവാറും ഒരു ബസ് കാണും കേട്ടോ. നമുക്ക് എയറോപ്ലെയിനിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മുടെ ഇറങ്ങിപ്പോകുന്ന എക്സിറ്റ് എവിടെയാണോ അവിടെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബസ് ഉണ്ടാവുക. ഒരുപാട് മലയാളി സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു കേട്ടോ നമ്മളുടെ ഈ എയറോപ്ലെയിനിൽ. എല്ലാവരും മലയാളികളായിരുന്നു മിക്കവാറും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വയസ്സായവരും ഉണ്ടായിരുന്നു. വയസ്സായവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. കാരണം വയസ്സായവർക്ക് എസ്കലേറ്ററിൻ്റെ സഹായമൊന്നും ഇല്ലാതെ തന്നെ സ്റ്റെപ്പിലൂടെ കയറി ഇറങ്ങുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടും ഉണ്ടാവാറുണ്ട്. കാരണം മുട്ടുവേദനയൊക്കെ ഉള്ള കാരണം എൻ്റെ അടുത്ത് ഇരുന്ന മുത്തശ്ശൻ നമ്മളെ കൈ പിടിച്ച് ഇങ്ങനെ ഭയങ്കര വേദനിച്ചിട്ട് വന്ന് ഇരുന്നതാണ് കേട്ടോ ആൾ. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. വീൽ ചെയർ സൗകര്യം അവരവിടെ കൊടുത്തില്ല. കാരണം കൊച്ചിയിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, പക്ഷേ ഇവിടെ കൊടുത്തില്ല. എന്താണെന്ന് അറിയില്ല. എന്തായാലും അവർക്ക് ആ ബുദ്ധിമുട്ട് സഹിച്ച് അവരെങ്ങനെ ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആട്ടോ. തായ്ലാൻഡ് എത്തിയതും എല്ലാവരും ഫോട്ടോ എടുക്കലൊക്കെയാണ്.
അങ്ങനെ നമ്മൾ ആ ഒരു ബസ്സിൽ വന്നിട്ട് ഒരു പോയിന്റിൽ കൊണ്ടിറക്കും. അവിടെ അറൈവൽസ് ആണ്. നമ്മളെല്ലാവരും ഇവിടെ വന്നിട്ട് നമ്മുടെ ഇമിഗ്രേഷൻ ക്ലിയറൻസ് ചെയ്യണം. അതായത് തായ്ലാൻഡ് ഗവൺമെൻറ്റിൻ്റെ ഒരു ചെക്കിംഗ് ഉണ്ടാവും, നമ്മുടെ വെരിഫിക്കേഷനും എല്ലാം ഉണ്ടാവും. അപ്പോൾ കൊച്ചിയിൽ എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെയാണ് ഇവിടെയും. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ടോയ്ലറ്റോ ബാത്റൂമോ സൗകര്യങ്ങളൊക്കെ ഉണ്ട് ചെയ്യാം. കാരണം ഈ കാണുന്ന വലിയ ഒരു ഹാളിലാണ്, അതുപോലെ തന്നെ നീണ്ട നിരയായിരിക്കും ഉണ്ടാവുക. വലിയ ക്യൂ ആയിരിക്കും മിക്കവാറും ഉണ്ടാവുക. 45 മിനിറ്റ് മുതൽ 2 മണിക്കൂർ വരെ സമയമെടുത്ത ചരിത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇവിടെ വലിയ ക്യൂവിൽ നിന്നിട്ട് ഒരുപാട് സമയം നിന്നിട്ടായിരിക്കണം നമുക്ക് ഈ ഇമിഗ്രേഷൻ ക്ലിയറൻസ് എല്ലാം ചെക്ക് ചെയ്ത് കഴിയുക. അങ്ങനെ ഏതാണ്ട് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നേരെ എക്സിറ്റ് ചെയ്യാൻ പറ്റും. വേണമെങ്കിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങാം കേട്ടോ. മിക്കവാറും ഈ ടെർമിനൽ 1 തായ്ലാൻഡിലുള്ള എല്ലാവരും ചെയ്യുന്നത്. ഈ കാണുന്ന കറങ്ങുന്ന ഇതിലൂടെ നമ്മുടെ ബാഗേജസ് എല്ലാം വരും കേട്ടോ. വലിയ വലിയ ബാഗൊക്കെ എടുക്കുന്നവർക്ക് അതിലൂടെ വരുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ താഴോട്ട് ഇറങ്ങിയിട്ട് ബാക്കിയുള്ള കാഴ്ചകൾ കാണുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഡ്രൈവർ വന്നിട്ടുണ്ടാവും. അത് ആളിനെയും വിളിക്കണം. അതിന് വിളിക്കാനായിട്ട് സിം എടുക്കണം കേട്ടോ ഫസ്റ്റ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ 900 രൂപയാണ് ഇന്ത്യൻ മണി ചോദിക്കുന്നത്. ഇന്ത്യൻ മണിയല്ല, ഇവിടുത്തെ മണിയായിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സിം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡ്രൈവറെ വിളിക്കാം. നമ്മുടെ പേര് ഇവിടെ എഴുതി വെച്ചിട്ട് ആൾ അവിടെ പോയി ഇരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ വലിയ ക്യൂവിൽ നിന്ന് വരുമ്പോഴേക്കും ഇവർക്ക് ടയർഡായിട്ട് ഉള്ളിൽ പോയി ഇരുന്നായിരിക്കും. അങ്ങനെ നമ്മുടെ ആ പേര് എടുത്തിട്ട് അദ്ദേഹം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡ്രൈവറിന് പുറകെയായിട്ട് നമ്മളും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് എക്സിറ്റിലോട്ട് എത്താറായിട്ടോ. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. തായ്ലാൻഡിലെ ഈ ഒരു ജസ്റ്റ് അറൈവൽസ് സമയത്തുള്ള കാഴ്ചകളാണ് കാണുന്നത്. ഈ കാണുന്നത് ഫ്ലൈറ്റിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം എഴുതിയതാണ്. പിന്നെ ഇൻസ്ട്രക്ഷൻസ് എല്ലാം ഉണ്ട്. പിന്നെ നമ്മൾ ഈ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് നേരെ കാർ പോർച്ചിലോട്ടാണ് പോകുന്നത്. കാർ പോർച്ച് പറഞ്ഞാൽ താഴെ ബേസ്മെൻറ്റിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഒരുപാട് നല്ല വിശാലമായ കാർ പാർക്കിംഗ് ആണ് കേട്ടോ. അതുപോലെ തന്നെ അടിപൊളി കാറുകളാണ് കേട്ടോ ഇവിടെ ഉള്ളത്. നമുക്കും വന്നിരിക്കുന്നത് ഈ കാണുന്ന ഫോർച്യൂണറാണ്. എന്തായാലും അടിപൊളി ഫോർച്യൂണർ, എന്തായാലും കിടിലം. ഫസ്റ്റത്തെ എക്സ്പീരിയൻസ് തന്നെ അടിപൊളിയാക്കി. പുതിയ ഫോർച്യൂണറും തന്ന് നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആണ് എന്തായാലും ഈ ടൂർ പാക്കേജ് ഓപ്പറേറ്റേഴ്സ് തന്നിരിക്കുന്നു കേട്ടോ. നമുക്ക് 2 പേർക്ക് മാത്രമായിട്ടാണ് ഈ ഫോർച്യൂണർ എന്നെന്ന് ഓർക്കണം. അങ്ങനെ നമ്മൾ എയർപോർട്ടിന് വെളിയിലെത്തി. പുലർച്ചെ സൂര്യൻ ഉദിച്ചു തുടങ്ങി, എല്ലാം വെളിച്ചം വന്നു തുടങ്ങി കേട്ടോ. അപ്പം നമുക്കിനി ഉറക്കമില്ല, ഇനി തായ്ലാൻഡ് കാഴ്ചകൾ കാണാം.